ഒരു കാര്യം പറയാൻ എപ്പോഴും തോന്നുന്നു കേട്ടോ. ഈ നമ്മുടെ കല്യാണാലോചന വരുമ്പോഴേ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും വീട്ടുകാർക്ക് സ്ത്രീധനത്തിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ പറഞ്ഞു, അതൊക്കെ നിങ്ങളുടെ കാര്യം. പെണ്ണിനെയും ചെറുക്കനെയും പറ്റിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനും അമ്മയും അതായത് എൻ്റെ മകൻ ഇങ്ങനാണ്, എൻ്റെ മകൾ ഇങ്ങനാണ്, അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട. അതായത് എൻ്റെ മോള് ഭയങ്കര പിടിവാശിക്കാരിയൊക്കെ കേട്ടോ, ഒക്കെ ഇച്ചിരി വാശിയുണ്ടേ. പിന്നെ ഞങ്ങളുടെതൊക്കെ ഭയങ്കര എറുകുറിയ, പക്ഷെ പുറത്തൊക്കെ നല്ല സ്വഭാവമാണ്. പയ്യന്റെ വീട്ടുകാരും അതുപോലെ ചിലത്തെ കുറച്ച് കുസൃത്തരൊക്കെ ഉണ്ടായിരുന്നു, പാർലർ ചെറുള്ള അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും കേട്ടോ ദിവസം ഈ ഒന്നും പറയണ്ട. എന്താണെന്നറിയാമോ, വഴക്കുകൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ മോളായിട്ട് പറയല്ല കേട്ടോ, അവള് ഈ ഉഴപ്പിയ അതൊക്കെ ഇനി മാറ്റിയെടുത്തോണം. എല്ലാം മോൻ്റെ കയ്യിലിരിക്കുക. രാവിലെ എഴുന്നേക്കാൻ മടിയ, പിന്നെ ജോലിക്കാരി വന്നില്ലെങ്കിൽ അന്നത്തെ ദിവസം അങ്ങനെയൊക്കെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മോൻ മാറ്റിയെടുക്കണം. മരുമോനെ സൂചിപ്പിക്കുന്നതിന്റെ ഭാഗമായിരിക്കും. അതുപോലെ തന്നെ ഈ ചെക്കൻ്റെ അമ്മ മരുമോനെ സൂചിപ്പിക്കുന്ന പാട്ട്. പിന്നെ ഇളയവന് പിന്നെ ഈ പറഞ്ഞ അവന് അങ്ങനെ വേറെ ഒന്നുമില്ല. എൻ്റെ ഭർത്താവ് അവൻ ഇച്ചിരി വേണ്ടെന്നൊക്കെ ആയിരുന്നു. അതായത് എൻ്റെ സ്വന്തം മോനെ പറ്റി മരുമോടത്ത് പറയുമ്പോൾ അമ്മായിയമ്മയെ പറ്റി നമ്മളങ്ങ് വലിയ മകപ്പ് കാണുകയായിരിക്കും. ഇതെല്ലാമാണ് പലപ്പോഴും ബന്ധങ്ങൾ ശിഥിലമാക്കുന്നത്. നിങ്ങളുടെ മക്കള് അവര് നിങ്ങളുടെ അടുത്ത് നിന്ന പോലെ ആവത്തില്ല പങ്കാളികളുടെ അടുത്ത് നിൽക്കുന്നത്. ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. ഈ പറഞ്ഞു കൊടുക്കുന്നതാ അവര് തമ്മിലുള്ള വഴക്കില് ഏറ്റവും വലിയ കാരണമാവുന്നത്. അവര് പരസ്പരം മനസ്സിലാക്കിക്കോട്ടെ. നിങ്ങളെ കാണുന്ന മുഖമല്ല നിങ്ങളുടെ മകളും നിങ്ങളുടെ മകനായിരിക്കും. പക്ഷെ അവര് തമ്മിൽ ഭാര്യ ഭർത്താവുമ്പോൾ അവിടെ പുതിയ മുഖമാണ് വരുന്നത്. നിങ്ങൾ പരിചയപ്പെടുത്തേണ്ടവരെ അവര് പരിചയപ്പെട്ടോളൂ. ഒന്ന് പറയണം എപ്പോഴും തോന്നുന്നൊരു കാര്യമാണ്. കാലങ്ങളായിട്ട് പറയണം വിചാരിക്കുന്നൊരു കാര്യമാണ്. ഇന്ന് എനിക്ക് തോന്നി, ഇന്ന് എനിക്ക് പറയാം. കാരണം ഇന്നും ഞാൻ അതുപോലൊരു കേസ് കണ്ടു. കാലം എത്ര കഴിഞ്ഞിട്ടും ഇതിനൊരു മാറ്റം വരുന്നില്ല. പണ്ടത്തെ തലമുറ എങ്ങനെയല്ലായിരുന്നു, ഈ കുറച്ച് നാളായിട്ടുള്ള തലമുറകളുടെ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. മുന്നത്തെ തലമുറകളെ അവരിങ്ങനൊന്നും പറയത്തില്ല. അവർക്കൊരു ആചാരമര്യാദ അവർക്കറിയാം. ചെറുക്കനോട് എന്ത് പറയണം, ചെറുക്കൻ്റെ വീട്ടുകാരോട് എന്ത് പറയണം, പെണ്ണിനോട് എന്ത് പറയണം, പെണ്ണിന്റെ വീട്ടുകാരെന്ത് പറയണം അറിയാം. ഇത് വിശാല മനസ്കരായിട്ട് ചിന്തിച്ചിട്ട് കുടുംബ കോടതിയിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നതിന്റെ പ്രധാന കാരണം വീട്ടുകാരാണ്.